ഹലോ വ്യൂവേഴ്സ്, വിൻഡേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഒബ്സഷൻ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കറി പാർക്കർ എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. 7.5 കോടി മിച്ചം അത്രയൊക്കെ രൂപ ഈ പടത്തിൻ്റെ മേക്കിങ്ങിനായിട്ട് ആകെ കൂടി ചിലവാക്കിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം മേക്കറൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രചോദനമാണ് ഈ ഒരു സിനിമ. സിനിമയുടെ കഥയിലേക്ക് വരുമ്പം ബിയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന നിക്കി എന്നുള്ള പെൺകുട്ടിയോട് വളരെയധികം തീവ്രമായ പ്രണയമാണ്, ഒരുതരം ഒബ്സഷൻ. അവളോട് ഇവൻ്റെ ഈ ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ ഇവനെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടത് തുറന്നു പറയാൻ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിലേക്ക് സംവിധായകൻ എത്തിക്കുന്നുണ്ട്. പിന്നെ ഇവനൊരു സ്റ്റോറി പോകാൻ നേരത്ത് അവിടെ വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞൊരു ടോയ് കാണുന്നതാണ്. ആ സംഭവം ഇത്രയേ ഉള്ളൂ. അത് തുറന്ന് നമ്മൾ ആഗ്രഹം എന്താണോ അത് പറഞ്ഞിട്ട് ജസ്റ്റ് ആ സംഭവം ഇങ്ങനെ ഒടിക്കുക. ഒടിച്ചു കഴിയുമ്പോൾ തന്നെ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അത് ആ നിമിഷം നടപ്പിലാകുമെന്നാണ് പ്രസ്താവിക്കുന്നത്. പിന്നീട് ഇതെങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു സീരിയസ്നെസ് ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ഈ കഥയ്ക്കും അതിൻ്റെ മേക്കിങ്ങിനും സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ എടുത്തു പറയേണ്ട വശങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിങ് തന്നെയാണ്. കറി പാർക്കറിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഒരിക്കലും പറയില്ല. ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗമെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഒരുപാട് നൈറ്റ് സീൻസൊക്കെ ഉണ്ട്. റൂമിൻ്റെ അകത്തൊക്കെയുള്ള ഒരുപാട് സീൻസൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ലൈറ്റിങ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കറി പാർക്കർ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത്. നൈസ് എഡിറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മളെ ഒരു ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള ഒരു തരം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമ തുടങ്ങി തീരുന്നിടം വരെ. അത് വേറെ ലെവലായിരുന്നു. ടോപ്പ് നോച്ചായിട്ട് ടെക്നിക്കലി എനിക്ക് തോന്നിയത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ടോപ്പ് നോച്ചായിട്ട് രണ്ടാമത് പറയേണ്ടത് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ബിയറായിട്ട് അഭിനയിച്ച മൈക്കിൾ ഹോസ്റ്റൻ്റെയും നിക്കിയായിട്ട് അഭിനയിച്ച ഇൻഡി നവാരറ്റയുടെയും പെർഫോമൻസാണ്. രണ്ടുപേരും വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് സൈക്കോ ആകുന്നത് ഇതിലെ നായിക നിക്കിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ നിക്കിയുടെ ക്യാരക്ടറിനാണ് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ തീർന്നു കഴിഞ്ഞാലും ആ നടി ചെയ്ത ഇൻഡി നവാരറ്റ എന്ന് പറഞ്ഞ നടി ചെയ്ത ആ ക്യാരക്ടർ നിക്കി എന്ന ക്യാരക്ടർ നമ്മളിൽ നിന്ന് ഉടനെ ഒന്നും വിട്ടുമാറിയല്ല. ആ ലെവലിലാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. ആ പെർഫോമൻസിലാണ് ഈ സിനിമ കാണുമ്പം നമുക്ക് ആ ഒരു ഹൊറർ ഫീല് തരുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും. അമ്മാതിരി പെർഫോമൻസാണ്. ഇവളുടെ ഈ സൈക്കിക് ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഞെട്ടുകയാണ് ബിയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, മൈക്കിൾ ഹോസ്റ്റൻ ചെയ്ത ക്യാരക്ടർ. ആ ഒരു ഭീതിയും ടെൻഷനും ക്യൂരിയോസിറ്റിയും ഒക്കെ അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗം വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന ഹൊറർ സിനിമകളെ പോലെ അമിതമായി നമ്മളെ പേടിപ്പിക്കത്തൊന്നുമില്ല. പക്ഷേ സിറ്റുവേഷൻ ചില സീനുകൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ വെച്ച് നമുക്ക് ചില സീനുകൾ കാണാൻ നേരത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഭീതി വരുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സിനിമയ്ക്കകത്ത് മുറിക്കുള്ളിൽ നിക്കി എന്ന ക്യാരക്ടർ ഇരുട്ടത്ത് നിൽക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അവിടെ അവളുടെ മുഖമൊന്നും കാണത്തില്ല, ഫുള്ള് ഷേഡോ പോലെയാണ് ആ സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴത്തേക്കും നിക്കി കുറേ നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സംഭവം കാണിക്കുന്നുണ്ട്, അത് സ്പോയിലർ ആകുന്നതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ചിരിച്ചിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്, അത് വേറെ ലെവലിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഈ വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞ ഈ ടോയ് ഇവൻ എടുത്തിട്ട് അതിലെ നമ്പറിലേക്ക് വിളിക്കുന്ന ഒരു സീനുണ്ട്. അതും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. I was calling to see if there's a way I can cancel a wish. I'm sorry, we don't really do that. So she's just stuck like this forever? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.